ഇവിടെ തന്നെയുണ്ട്. ഹലോ എവ്രി വൺ, ഇന്ന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ചോട്ടാ മുംബൈ കാണാൻ വേണ്ടി പോവാണ്. 2 ദിവസമായിട്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചോട്ടാ മുംബൈയുടെ ആ ഒരു സെലിബ്രേഷൻ കണ്ടിട്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ആകെ അതെ തുള്ളി ചാടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ മോളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇന്നലെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ മോളിനകത്തും ആളുകൾ ഒരു ആഘോഷം പൂരം പോലെയൊക്കെയാണ്. അപ്പൊ എന്താണ് മാഡത്തിന്റെ എക്സ്പെക്ടേഷൻസ്? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് തുള്ളിച്ചാടി ഒരു മറ്റേ പബ്ബിലൊക്കെ പോയ പോലത്തെ സിറ്റുവേഷൻ ആയിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഡാർക്ക് പബ്ബോ? ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് പോയിട്ട് തിയേറ്ററിലെ ആ ഒരു എൻവയൺമെന്റ് നമ്മൾ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അല്ല, പബ്ബിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു സിനിമയല്ലേ? നിരോധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഞാൻ അത്യാവശ്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തമ്മിൽ വളരെയധികം അതെ അതെ ഞങ്ങൾ തമ്മിൽ വളരെ ഭയങ്കര ഐക്യാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ. ഓക്കെ, ഏതായാലും നമ്മള് സിനിമ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താവുന്നുള്ളത് വഴിയെ കാണാം. ഈ തിയേറ്ററിനകത്തുള്ള കാഴ്ചകളൊന്നും പുറത്തേക്ക് കാണിക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ്ലി തീരുമാനം എടുത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഈ മനുഷ്യനെ ഇങ്ങനെ കാണുമ്പോൾ എന്താ ചെയ്യാ? യെസ്, നമ്മൾ പടം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പം എന്താ പറയാ, 2 കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ പടം കാണാൻ പോകുകയാണെങ്കിൽ ഒരു സിംഗിൾ സ്ക്രീൻ നല്ല തിയേറ്റർ ചൂസ് ചെയ്യുക. ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആണ് ഏറ്റവും ഐഡിയൽ. കാരണം അതും ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു വൈബ്. കാരണം നമ്മൾ പോയ തിയേറ്ററിനകത്ത് കൂടുതലും ഫാമിലീസ് ആയിരുന്നു. അവർ പടം കാണുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കുറച്ചൊരു കൺട്രോൾഡ് ആയിട്ടുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയാൽ ഭയങ്കര ആ ഒരു ഇളകി മറയുന്ന സാധനം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പബ്ബ് സാധനമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത് ഇത്രയും നല്ലൊരു പാട്ടാണ്. ലൈക്ക് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഓളം ഉണ്ടാക്കിയ ഒരു പാട്ടാണ് മറ്റേ വാസ്കോഡ. അപ്പൊ ആ പാട്ടിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് കുറച്ച് ആൾക്കാർ ഞാൻ കുറെ ഇന്നലത്തെ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അല്ല, നമുക്ക് ശരിക്കും ഡാൻസ് കളിക്കണമെന്നുണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി ആരും ഇളകാണ്ടിരിക്കുമ്പോ ഞാനും ഇവളും മാത്രം ഇറങ്ങി കളിച്ചാല് അത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആസ് എ റിലീസ് ഈ സിനിമ അന്ന് 2007 തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഴയ ആളാണ്, പുതിയ ആളാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു കാലഘട്ടത്തിലും ആ സിനിമന്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം നമുക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ പോലും ഒരു ലാഗ് അടിക്കാതെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോയൊരു പടം. പിന്നെ നാച്ചുറലി നമ്മൾ കുറേ ആളുകൾ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ ആളുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. രാജൻ പി ദേവ്, മണിച്ചേട്ടൻ, പിന്നെ ജഗദീശ. ഇവരൊക്കെ അഴിഞ്ഞാട്ടമാണ് പടത്തിനകത്ത്. എന്ത് പെർഫോമൻസ്! എല്ലാവരും നമ്മൾ തലേനെ കാണാൻ പോകും. പക്ഷെ എന്താ പറയാ, ജഗതി അങ്ങ് എന്ത് രസമായിട്ടാ ചെയ്തത്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ജഗതി ചേട്ടന്റെ കാര്യം പറയുമ്പോൾ രാജൻ പി ദേവും പിന്നെ മണിച്ചേട്ടനും, ഇവർ 2 പേരും, പാമ്പ് ചാക്കോച്ചനും പിന്നെ മണിച്ചേട്ടന്റെ നടേശനും. ശരിക്കും നമ്മളൊരു കാര്യം ഞാൻ പറയാണ്ട വയ്യ കേട്ടോ. കാരണം നമ്മളിപ്പം ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്ന ആക്ടേഴ്സാണ് വിനായകനൊക്കെ. പക്ഷേ കലാഭവൻ മണിന്റെ സ്ക്രീൻ പ്രസൻസിന് മുമ്പിൽ ഒന്നും അല്ലാണ്ടായി മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ സിനിമ കാണുമ്പോൾ കാണുന്നത്. കാരണം പുള്ളി സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ സൈഡായി പോവാണ് ആര് വന്നു കഴിഞ്ഞാൽ. പിന്നെ അതിനകത്ത് മരിച്ചുപോയ ശരണ്യ, പിന്നെ നമ്മുടെ സന്തോഷ് ജോഗി ചേട്ടൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹമൊക്കെ ഈ പറഞ്ഞ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന നമ്മുടെ കീർത്തി ചക്രയിൽ ആ മരിച്ചു പോകുന്ന പട്ടാളക്കാരനായിട്ട് അഭിനയിച്ച അദ്ദേഹം. അപ്പം നമ്മൾ ശരിക്കും ഒരുപാട് ആക്ടേഴ്സ്, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് ഈ പടം കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനത്തെ എന്റർടൈനേഴ്സ്, ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ട് ശരിക്കും ഒരുപാടായില്ലേ നമുക്ക് ആ തിയേറ്ററിൽ പോകുമ്പോൾ. ഇപ്പൊ മലയാളം മൂവീസിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു മൂവീസ് ഒക്കെ ഇറങ്ങുന്ന വളരെ വളരെ കുറവാണ്. പിന്നെ ഏറ്റവും ഇല്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ന്യൂജൻ പിള്ളേര് ഇപ്പൊ നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ട്, പടമുണ്ട്, ന്യൂജൻ ഫിലിംസ് ഉണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരു എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പടത്തിൽ തന്നെ ഇമോഷണൽ ആവാനുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെയും നമ്മൾ ചിരിക്കുന്ന രീതിയിലുള്ള കുറെ റിയാക്ഷൻസ്, ഡയലോഗ് എഴുതി വെച്ച അങ്ങനെയാണ്. പിന്നെ ലാലേട്ടന്റെ ഒരു
അഴിഞ്ഞാട്ടമല്ല ശരിക്കും, ഇതാണ് മൂപ്പരുടെ ആറാട്ട്. ഈ നമ്മളുടെ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടല്ല, ഇതാണ് ശരിക്കും ആറാട്ട്. പുള്ളി സ്ക്രീനിൽ വന്ന് നിൽക്കുന്ന സമയം തുടങ്ങിയിട്ട് ഓരോ സീനും ഇങ്ങനെ പൊള്ളിച്ച് കൊണ്ട് അടിക്കാണ്. ഭയങ്കര ലുക്കായിരുന്നു മൂവി. ഈ പടത്തിലും പിന്നെ ആ ഒരു പീരീഡിലുള്ള കുറച്ച് പടങ്ങൾ, ഹലോ, ഇതിലൊക്കെ പുള്ളി ഭയങ്കര ലുക്കുമാണ്. കാരണം അതിന് മുമ്പ് ഇറങ്ങിയപ്പോ ഫോർ എക്സാമ്പിൾ കീർത്തിചക്ര 2006 ഇറങ്ങുന്നത്, പക്ഷേ ഈ സിനിമ 2007. കീർത്തിചക്രയിൽ കാണുമ്പോൾ നമുക്കൊരു 50-55 ഇയർ ഏജ് തോന്നും. അതെ. പിന്നെ ലാസ്റ്റ് ശരിക്കും നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഇറങ്ങി കളിക്കണം എന്നുണ്ടായിരുന്നു ആ വാസ്കോഡഗാമ വന്നപ്പോൾ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മലയാളത്തിൽ വന്നിട്ടുള്ള ഐറ്റം സോങ്സിൽ വെച്ചിട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഡാൻസർ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് സംശയമാണ്. ഒരു പുള്ളിക്കാരി അല്ലേ, ഒരു ഭയങ്കര സുന്ദരിയാണ് പുള്ളിക്കാരി ശരിക്കും. ആ ഡാൻസും പിന്നെ ആ ഡാൻസിലെ എല്ലാവരുടെ പെർഫോമൻസും ഒക്കെ, ലാലേട്ടൻ, ഈ പറഞ്ഞ ഇന്ദ്രജിത്ത്, മണിക്കൂട്ടൻ എനിക്ക് ഇന്ദ്രജിത്തിന് അതേപോലെ ഭയങ്കര ഒരു ഭംഗി തോന്നി. ഇന്ദ്രജിത്തിന് എന്റെ മൂവിയിൽ നല്ല രസമാണ്. പിന്നെ ഇവരൊക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരാളെ മിസ് ചെയ്തു കേട്ടോ, മുള്ളൻ ചന്ദ്രപ്പൻ, ആ ഫ്രീക്കൻ സിദ്ദീഖ് എന്ത് ചെയ്യും. പിന്നെ അത് ഇന്ദ്രജിത്തിന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ, വലിയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരിന്റെ മറ്റേ ഒരു റിയാക്ഷൻസ് ഒക്കെ നല്ല രസമാണ്. ഇല്ല, നമ്മൾ ശരിക്കും ഈ പടം ഒരുപാട് പേര് എല്ലാരും കണ്ടിട്ടുള്ള പടമാണ്. അപ്പൊ പടത്തിന്റെ റിവ്യൂ എന്നുള്ളതല്ല പറയുന്നത്, നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആ പടം കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും തിയേറ്ററിക്കൽ വാച്ചിൽ ആ പടം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു റീ റിലീസ് എന്നുള്ള രീതിയിലല്ല, നമ്മൾ വെറുതെ അത് തിയേറ്ററിൽ ഒരു വലിയ സ്ക്രീനിൽ ഒരു സ്പീക്കറൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ഈ സിനിമ ഇപ്പോഴും എൻജോയബിൾ ആണ്. അത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര രസമാണ്, ഈ റീ റിലീസ് എന്ന് പറഞ്ഞാൽ. കാരണം കുറെ ഇപ്പൊ ദേവദൂതനൊക്കെ ഇറങ്ങിയതും നമ്മൾ ആരും ആ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ദേവദൂതനൊക്കെ ഭയങ്കര ഒരു അല്ല, ഞാൻ ദേവദൂതൻ ഈ പറഞ്ഞ പോലെ തന്നെ പേരൻസിന്റെ കൂടെ ചെറുതായി തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള വിജയിച്ച പടം. അന്ന് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് തിയേറ്ററിൽ അത് വാച്ച് ചെയ്യുമ്പോൾ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പൊ ഏതായാലും ഇനി അടുത്ത ഒരു റീ റിലീസ് ലാലേട്ടന്റെ ഏതായിരിക്കും എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റീ റിലീസുകളുടെ ഒരു തമ്പുരാൻ, റീ റിലീസ് മാത്രമല്ല മലയാള സിനിമേന്റെ ഒരു തമ്പുരാൻ ഇപ്പോഴും നമ്മളുടെ സ്വന്തം ലാലേട്ടൻ. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പം പോകാൻ പോവാണ്. നല്ല വിശപ്പുണ്ട്, ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ചില്ലേണ്ട സമയമാണ്. അപ്പം ബൈ.